പണ്ടൊക്കെ ഈ ന്യൂ ഇയർ ആവുന്ന സമയത്ത് ഗോവയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. സിനിമയിലൊക്കെ ആനന്ദം മലർവാടി. പക്ഷെ ഇപ്പൊ ഈ ഇയറിലൊക്കെ ഗോവ വിസിറ്റേഴ്സിനാണ് വളരെ കുറവ്, പ്രത്യേകിച്ച് ഫോറിനേഴ്സിന്റെ. ന്യൂസിലൊക്കെ കാണുന്നുണ്ട് 60% പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റിന്റെ എണ്ണമൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പുറത്തുനിന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഡൊമസ്റ്റിക് ആയിട്ട് ആൾക്കാർ ഗോവയ്ക്ക് ഈ ഒരു പാർട്ടി ഫുഡിലേക്ക് പോകുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഡിക്ലൈൻ ആയിട്ടുണ്ട്. ബേസിക്കലി പ്രൈസ് തന്നെയായിരിക്കും ഇഷ്യൂ. ആ ഒരു റേറ്റിന് ഇപ്പൊ വിയറ്റ്നാം, തായ്ലാന്റ്, ശ്രീലങ്ക, സൗത്ത് ഏഷ്യയില് ബാക്കിയുള്ള സ്ഥലങ്ങള് ഗോവയിനേക്കാളും ഇപ്പൊ ചീപ്പറാണ്. ഒരാൾ ട്വീറ്റ് ചെയ്ത് കണ്ടാണ് 8,000 rupees നമ്മള് ഗോവയില് റൂം മാത്രം കിട്ടുന്ന സമയത്ത് അത് ശ്രീലങ്ക ആകുമ്പോൾ കിട്ടുന്ന സർവീസസ് അതിന്റെ കൂടെ ഒരുപാട് കൂടുതലാണ്. പൊതുവെ ഇന്ത്യയില് നമുക്ക് ഓവറോൾ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര ലോ ആയിട്ടല്ലേ കാണുന്നത്. ടാക്സിയിൽ പോവാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ബിഹേവിയറും നമ്മൾ പ്രൊഫഷണൽ ആയിട്ടല്ല പലപ്പോഴും ടൂറിസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത്. മണി ലൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു റൈഡിനാണെങ്കിലും ഒരുപാട് ചാർജ് ചെയ്യാം. ഗോവയിലൊക്കെ ഈ ഓല ഊബർ ഒക്കെ വരുന്നത് അവിടെയുള്ള ടാക്സിക്കാരനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവര് പറയുന്നതായിരിക്കും ചാർജ്. ടാക്സി മാഫിയ തന്നെ അവിടെ ഉണ്ട്. തായ്ലൻഡും വിയറ്റ്നാമും ഒക്കെ പോലെ ശ്രീലങ്കയും ശരിക്കും ടൂറിസത്തിലേക്ക് വലിയ രീതിയിൽ അവരുടെ ഇനിഷ്യേറ്റീവ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോയാൽ തന്നെ ടിക്കറ്റിനേക്കാളും കൂടുതൽ ചാർജ് നമ്മൾ പോപ്കോണും മറ്റേതൊക്കെ കൊടുത്തിട്ടാണ് ഒരു സിനിമ കാണാൻ പോയി പോകുന്നത്. അതിന്റെ കൂടെ ഇപ്പം ഫ്ലേവർ മാറിയ കാരമലൈസ്ഡ് പോപ്കോൺ 80%. ടാക്സിലൊക്കെ വർധനം ഇങ്ങനെ കൊണ്ടുവരാന്നല്ലാതെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. ക്ലീൻലിനെസ് ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മുടെ ഡൽഹിയിലൊക്കെ വന്നിറങ്ങി കഴിഞ്ഞാല് ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്മെല്ലായിരിക്കും. ഈ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോ അവരുടെ ഒരു ഫീലിംഗ് എങ്ങനെയാണ്